ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് പിന്നിട്ടു. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മോടൊപ്പം ഖിലാഫ് അഹമ്മദ് ചെയ്യുന്നുണ്ട്. ഖിലാഫ്, ഒരിക്കൽ കൂടി അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ടിനാണ് ഏഷ്യ കപ്പ് സാക്ഷ്യം വഹിച്ചത്. അഭിഷേകിന്റെ പ്രകടനം എത്രത്തോളം നിർണായകമായിരുന്നു ഇന്ത്യക്ക്? തീർച്ചയായും അഞ്ജലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അഭിഷേകിന്റെ ശർമ്മയുടെ പ്രകടനമാണ് ഇന്ത്യക്ക് ഇപ്പോൾ മികച്ച സ്കോറിലേക്ക് ഒരു അടിത്തറ പാകിക്കൊണ്ടാണ് അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് തീർത്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റൺസ് എന്ന് പറയുന്നത് 136 റൺസാണ്. തുടക്കത്തിൽ തന്നെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യ ഓവറുകൾ തിളങ്ങാനായില്ലെങ്കിലും പിന്നീട് രണ്ടാം ഓവർ മുതൽ ഗില്ലിന്റെയും അതേപോലെ തന്നെ അഭിഷേക് ശർമ്മയുടെയും വെടിക്കെട്ടാണ് ഏഷ്യ കപ്പിൽ ദുബൈയിൽ സാക്ഷ്യം വഹിച്ചത്. കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ടത് അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സ് തന്നെയാണ്. 47 പന്തിൽ നിന്ന് 6 ഫോറുകളും അതേപോലെ തന്നെ 5 സിക്സറും അടക്കം 75 റൺസാണ് അഭിഷേക് ശർമ്മ അടിച്ചു കൂടിയത്. കൂടാതെ ഗില്ലും ഇതേപോലെ തന്നെ മികച്ച രീതിയിൽ ബാറ്റിംഗ് ചെയ്തു. പിന്നീട് വന്ന ശിവം ദുബെ അതേപോലെ തന്നെ സൂര്യകുമാർ യാദവ് എന്നിവർക്ക് തിളങ്ങാനായില്ലെങ്കിലും മികച്ചൊരു സ്കോർ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് നിലവിലുള്ളത്. എന്തായാലും 150-ൽ കൂടുതൽ റൺസ് എടുത്താൽ തന്നെ ദുബൈയിലെ പിച്ച് ഘടന അനുസരിച്ച് മികച്ച സ്കോറാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ 136 റൺസിന് 5 എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നില. ശരി ഖിലാഫ്, അങ്ങനെ ഒരിക്കൽ കൂടി അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ടിന് ഏഷ്യ കപ്പ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദാണ്.